അബുദാബിയിൽ ഒരു 4 കുട്ടികൾ മരണപ്പെട്ടൊരു വാർത്ത ഉണ്ടായിരുന്നല്ലോ, വാഹനാപകടത്തിൽ. ആ കുട്ടികളെ കുറിച്ചിട്ട് ഒരു വൃത്തികെട്ട തെമ്മാടി പറഞ്ഞൊരു വാക്ക് ഞാൻ ഞെട്ടിപ്പോയി. ജോസഫ് ബെന്നി എന്ന് പേരുള്ള സൗദിയിലെ റിയാദിൽ ജോലി ചെയ്ത ഒരാൾ പറയുകയാണ്, എന്താ പറയുക, പന്നി പെറ്റു കൂട്ടുന്നത് പോലെ പെറ്റുകൂട്ടല്ലേ, പിന്നെ ചത്തൊടുങ്ങിയാൽ എന്താണെന്നുള്ളത്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഇന്ന് 2 കാര്യങ്ങളാണ് പങ്കുവെക്കാനുള്ളത്. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേട്ട സങ്കടകരമായ വാർത്ത ഉണ്ടായിരുന്നില്ലേ? പരിശുദ്ധ ഉംറ കഴിഞ്ഞ് മദീനയിലേക്ക് പോകുന്ന മലപ്പുറം ജില്ലയിലെ തിരൂർക്കാടുള്ള അബ്ദുൽ ജലീലും കുടുംബവും ആ അപകടത്തിൽ പരിക്കേറ്റിട്ട് ചികിത്സയിൽ കഴിയുന്ന ഹാദിയ ഫാത്തിമ എന്ന് പേരൊരു കുട്ടി ഇന്നലെ മരണപ്പെട്ടു. അവരുടെ ഉപ്പയും ഉമ്മയും സഹോദരനും വല്യമ്മനൊക്കെ ഇന്നലെ മദീനയിൽ ഖബറടക്കിന് ശേഷമാണ് ഈ കുട്ടി മരണപ്പെട്ടത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, അബുദാബിയിൽ ഒരു 4 കുട്ടികൾ മരണപ്പെട്ടൊരു വാർത്ത ഉണ്ടായിരുന്നല്ലോ, വാഹനാപകടത്തിൽ. ആ കുട്ടികളെ കുറിച്ചിട്ട് ഒരു വൃത്തികെട്ട തെമ്മാടി പറഞ്ഞൊരു വാക്ക് ഞാൻ ഞെട്ടിപ്പോയി. ജോസഫ് ബെന്നി എന്ന് പേരുള്ള സൗദിയിലെ റിയാദിൽ ജോലി ചെയ്ത ഒരാൾ പറയുകയാണ്, എന്താ പറയുക, പന്നി പെറ്റു കൂട്ടുന്നത് പോലെ പെറ്റുകൂട്ടല്ലേ, പിന്നെ ചത്തൊടുങ്ങിയാൽ എന്താണെന്നുള്ളത്. ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ? ഈ മനുഷ്യ മൃഗത്തിൻ്റെ കാര്യം നമുക്ക് പിന്നെ പറയാം, കുറേ പറയാനുണ്ട്. അതിന് മുൻപ് നമുക്ക് ഈ പൊന്നുമോൾക്ക് വേണ്ടി ദുആ ചെയ്യണം. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ അബ്ദുൽ ജലീലും ഭാര്യയുണ്ട്, മോൻ ആദിലുണ്ട്, അതേപോലെ 3 മക്കൾ വേറെ ഉണ്ട്. ഇവരുടെ അബ്ദുൽ ജലീലിൻ്റെ ഉമ്മ മൈമൂനത്തുണ്ട്. എല്ലാവരും കൂടി പരിശുദ്ധ ഉംറ കഴിഞ്ഞ് മദീനയിലേക്ക് വരുന്ന വഴിയാണ്. ആ വഴിയിലാണ് ഇവർ സഞ്ചരിക്കുന്ന വാഹനത്തിന് പുറകെ പെട്ടെന്നൊരു ഈ പുല്ലൊക്കെ കയറ്റി വന്നിട്ട് ട്രക്ക് വന്നിട്ട് ചെരിഞ്ഞു വന്നു. അത് ആ ട്രക്കിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അങ്ങനെ ഈ വാഹനം ഇടിച്ചിട്ട് അന്നത്തെ അപകടത്തിൽ അബ്ദുൽ ജലീൽ മരിച്ചു, ഭാര്യ മരിച്ചു, ഉമ്മ മൈമൂനത്ത് മരിച്ചു, മകൻ ആദിൽ മരിച്ചു. അന്ന് പരിക്കേറ്റ ചികിത്സയിലായിരുന്നു ഈ ഹാദിയ ഫാത്തിമ. 12 മണിക്കൂർ നീളുന്ന ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടും ഒരു പുരോഗതി ഉണ്ടായിരുന്നില്ല. പിന്നെ ആയിഷ എന്ന് പേരുള്ള ഒരു 15 വയസ്സുള്ള ഒരു പെൺകുട്ടി, അതൊക്കെ സുഖപ്പെട്ട് വരുന്നുണ്ട്. നൂറ എന്നുള്ളൊരു 7 വയസ്സുള്ള കുട്ടി, അത്ഭുതകരമായിട്ട് ആ കുട്ടിക്ക് വലിയ പരിക്കൊന്നുമില്ല, രക്ഷപ്പെടലായി. ഇന്നലെയാണ് നല്ല കൊടും തണുപ്പിൽ, മദീനയിലേക്കും മക്കയിലേക്കും ഇപ്പോൾ കൊടും തണുപ്പാണ്. ആ തണുപ്പിൽ ഇന്നലെ ജന്നത്തുൽ ബഖീഅയിൽ സുബ്ഹിൻ്റെ ശേഷം ആ ഉപ്പാനെയും ഉമ്മാനെയും അവരുടെ വല്യമ്മാനെയും സഹോദരനെയൊക്കെ ഖബറടക്കുമ്പോൾ ജീവന് വേണ്ടി പിടയിരുന്നു ഹാദിയ ഫാത്തിമ എന്നുള്ള 10 വയസ്സുള്ള പെൺകുട്ടി. ആ ഉപ്പനെയും വല്യമ്മനെയും സഹോദരനൊക്കെ ഖബറടക്കിയതിന് ശേഷമാണ് ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് ഹാദിയ ഫാത്തിമയും മരണത്തിന് കീഴടങ്ങി എന്നുള്ളത്. അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാം. മലപ്പുറം ജില്ലയിലെ തിരൂർക്കാടാണ് ഇവർ താമസിക്കുന്നത്. നമ്മുടെ വീഡിയോ കാണുന്ന പലരും മുൻപ് അപകടം നടന്നപ്പോൾ പറഞ്ഞത് ഞങ്ങളുടെ അയൽവാസിയാണ്, ഞങ്ങളുടെ പരിചയക്കാരാണ്, കുടുംബക്കാരാണ്. പലരും ഈ വീഡിയോ കാണുന്ന പലരും ബന്ധുക്കളോ പ്രിയപ്പെട്ടവരോ പരിചയക്കാരോ അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. നമ്മളെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുക. KMCCയുടെ പ്രവർത്തകരൊക്കെ എല്ലാ സഹായവുമായിട്ട് രംഗത്തുണ്ടായിരുന്നു. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ തിരുചാരത്തേക്ക് ആ കൽബ് കൊണ്ട് വന്നിരുന്ന മക്കളാണ്, ആ കൽബ് കൊണ്ട് വന്നിരുന്ന ഒരു കുടുംബമാണ്. പക്ഷേ അത് പാതി വഴിയിൽ അപകടത്തിലെത്തിയെങ്കിൽ നിത്യമയക്കം ആ ജന്നത്തുൽ ബഖീഅയിലാവാനുള്ളൊരു ഭാഗ്യം, ആത്മീയമായിട്ടൊരു ഭാഗ്യം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലപ്പുറം അവരുടെ 2-3 മക്കൾ നാട്ടിലുണ്ട്. ഈ അബ്ദുൽ ജലീൽ കുറേ വർഷങ്ങളായിട്ട് പ്രവാസിയാണ്. അപ്പോൾ വിസിറ്റിങ്ങിന് ഉമ്മാനെയും വീട്ടുകാരെയൊക്കെ കൂട്ടിയിട്ട് ഉംറയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ആ കൊണ്ടുവന്ന വരവാണ് ഉമ്മയടക്കം എല്ലാവരും മരണത്തിന് കീഴടങ്ങിയതിന്. അവശേഷിക്കുന്ന മക്കളുടെ ഒരു അവസ്ഥ ആലോചിച്ച് നാട്ടിലുള്ള ഒരു 3 മക്കളെങ്ങാനും നാട്ടിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിവരം. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. നമ്മളെല്ലാവരും സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കാൻ വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ അപകടത്തിൽപ്പെട്ട 2 മക്കൾ സുഖം പ്രാപിച്ച് വരുന്നുണ്ട്. അവർക്കൊക്കെ ഒരു മാനസിക ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തൗഫീഖ് അള്ളാഹു നൽകട്ടെ. അതോടൊപ്പം നമ്മൾ ഇന്നലെ അബുദാബിയിൽ ഒരു 4 കുട്ടികൾ മരണപ്പെട്ടല്ലോ. അവർ ലിവ ഫെസ്റ്റിവൽ കാണാൻ കഴിഞ്ഞ് വരുമ്പോൾ അതിൽ ആ വാപ്പിയും ഉമ്മയൊക്കെ രക്ഷപ്പെട്ടു. അതിൽ ആ കുട്ടികൾ 4 കുട്ടികളും അവരെ ഹൗസ് മെയ്ഡാണ്. അങ്ങനെ 5 ആളുകൾ മരണപ്പെട്ടത്. ഈ കുട്ടികളെ കുറിച്ചിട്ട് സൗദിയിലെ റിയാദിലുള്ള ഈ ഒരു തെമ്മാടി അവൻ പറയുന്നൊരു വാക്കാണ്, പന്നി പെറ്റു കൂട്ടും പോലെ കൂട്ടല്ലേ, ചത്തൊടുങ്ങട്ടെ. എങ്ങനെയാണോ ഒരു മനുഷ്യൻക്ക് ഇങ്ങനെ പറയാൻ കഴിയുമോ?
ഇവനൊക്കെ ഒരു മനുഷ്യ മൃഗമല്ലേ? ഇവൻ സൗദിയിലെ റിയാദിലാണ് ജോലി. ഞാൻ ഇവൻ്റെ ഫേസ്ബുക്ക് ഇതിങ്ങനെ പരിശോധിച്ച് നോക്കി. ഇവന് ഏതിലോ നിന്നിട്ടൊരു കമൻ്റാണ് ഈ ഒരു വൃത്തികേട് കേട്ടോ. അത് പറയുമ്പോൾ തന്നെ നമുക്ക് വലിയ സങ്കടമുണ്ട്. ഇവരൊന്നൊരു മനുഷ്യനേ അല്ല. ഇപ്പോൾ ഒരു ക്രിസ്തുമത വിശ്വാസി, എനിക്ക് ഒരുപാട് ക്രിസ്ത്യൻ സഹോദരങ്ങളുണ്ട്. ഞാൻ ഒരുപാട് സ്ഥലം എൻ്റെ കൗൺസിലിങ്ങും മറ്റൊക്കെ പഠിച്ചത് ക്രിസ്ത്യാനികളുടെ കയ്യിൽ നിന്നാണ്. ഇത്രയും സ്നേഹവും മറ്റുള്ളവരോടുള്ള ഒരു ആദരവും കരുണയും പഠിപ്പിക്കുന്ന വേറൊരു മതമുണ്ടോ? അപ്പോൾ ആ ഒരു മതത്തിൻ്റെ ആൾക്ക് എങ്ങനെയാണ്? അപ്പോൾ ഇവൻ്റെ മതം പോലും പഠിച്ചിട്ടില്ല. ക്രിസ്തു സങ്കല്പിക്കുന്ന ഒരു ദൈവവിശ്വാസമാണെങ്കിൽ അത് സ്നേഹത്തിൻ്റെയും കരുണയുടെയും വിട്ടുവീഴ്ചയുടെയാണ്. ഇവൻ ചെയ്യുന്നതോ ഇതൊരു മുസ്ലിമായി പോയി എന്നുള്ളൊരു വർക്ക്. ഇപ്പോൾ ക്രിസംഗിയാണോ ഇവൻ ഇവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ നോക്കിയപ്പോൾ താനിച്ച മുസ്ലിം വിരുദ്ധത. ഈ അടുത്ത് വയനാട് ലക്കിടി ഭാഗത്ത് ഒരു കൂട്ടം സിയാറത്തിന് പോകുന്ന കുട്ടികൾ വാഹനം നിർത്തിയിട്ട് റോഡ് സൈഡിൽ ആർക്കും ശല്യമില്ല. അവരവിടെ നിസ്കരിക്കുന്ന ഒരു വീഡിയോ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു. കണ്ടില്ലേ, കുട്ടികൾ അവരെ സമയമാകുമ്പോൾ നിസ്കരിക്കുന്നുണ്ട്. കാരണം അവർ കൗമാരക്കാരായ മക്കളാണ്. അന്ന് ഇവരുടെ പോസ്റ്റ് എന്താണെന്ന് അറിയാമെങ്കിൽ, ഞാനെങ്ങാനും വല്ല ട്രക്ക് ഡ്രൈവർ ആയിരുന്നെങ്കിൽ ഇവരുടെ മേത്ത് ഇടിച്ചങ്ങോട്ട് കയറ്റി കൊന്നു കളഞ്ഞേനെന്നല്ല. അപ്പോൾ ഇവൻ മനുഷ്യനേ അല്ല. ഇവനെ ശരിക്കും വേണ്ടത് നിയമപരമായിട്ട് ഇവൻ സൗദിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഇവൻ അവിടുന്ന് എന്താണോ ഇവൻക്ക് കൊടുക്കേണ്ടതെങ്കിൽ അത് കൊടുത്തുവിടാം. മുമ്പ് ഖത്തറിൽ ഇസ്രായേലിൻ്റെ ബോംബാക്രമണം ഉണ്ടായപ്പോൾ ഇസ്രായേലിനെ പുകഴ്ത്തിയിട്ടും ഖത്തറിനെ കുറ്റപ്പെടുത്തിയിട്ടും കുറേ മലയാളികൾ കുറേ പോസ്റ്റ് ഇട്ടു. ഖത്തർ എന്താ ചെയ്യുന്നത്? രായ്ക്കു രാമാനം ഇവരെ പൂട്ടി. 50 പേരുണ്ടായിരുന്നതിൽ മലയാളികളുണ്ട്, നോൺ മലയാളീസ് ഉണ്ട്. അപ്പോൾ ഓരോ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഒരു മാനുഷിക പരിഗണന. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഇവൻ മാനസിക രോഗിയാണെന്നൊക്കെ പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടി രക്ഷപ്പെടും. ഇത് സൗദിയിലൊക്കെ ആണെങ്കിൽ ആ മാനസിക രോഗി സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടൂല. ആജീവനാന്തം വിലക്കോ നല്ല ശിക്ഷയോ കിട്ടണം. കാരണം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു മതത്തിലൊരാൾ, അങ്ങനെ ഒരു മതവിശ്വാസിക്ക് വേറൊരു മതവിശ്വാസിയോട് ഇഷ്ടമില്ലായ്മ ഉണ്ടാവില്ല, റെസ്പെക്റ്റാണ് ഉണ്ടാവുക. മതവർഗീയവാദിക്കാണ് മറ്റു മതങ്ങളോട് ഇഷ്ടമില്ലായ്മ ഉണ്ടാവുക. അപ്പം ഞാനൊരു മുസ്ലിമായ ഒരാളാണ്, എനിക്ക് ക്രിസ്ത്യാനികളോടോ ഹിന്ദുക്കളോടോ ഏത് മതക്കാരോട് കാണുമ്പോഴും നമുക്ക് റെസ്പെക്റ്റാണ്. നമുക്ക് അവരുടെ ആരാധനാ കേന്ദ്രം കാണുമ്പോൾ എന്താ പറയുക, ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്, ഭയങ്കരമായിട്ട് ബഹുമാനമാണ്. കാരണം നമുക്ക് അവരോട് അവർ വിശ്വാസികളാണ് എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് മറ്റൊരു മതക്കാരനെ കാണുമ്പോൾ വിരോധവും വിദ്വേഷവും വെറുപ്പും തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ മതത്തോട് തന്നെ എനിക്ക് റെസ്പെക്റ്റ് ഇല്ലാഞ്ഞിട്ടല്ലേ? അപ്പം ഇവനൊക്കെ ഒരു ക്രിസ്ത്യാനി പോലും അല്ല. ഇവൻ ശരിക്കും ഇവനൊരു ക്രിസ്ത്യാനിയല്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ക്രിസ്ത്യൻ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ മനസ്സിൽ പോലും അങ്ങനെ ഉണ്ടാവും. ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയുടെ മനസ്സിലുണ്ടാവില്ല, ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവില്ല. പക്ഷെ ഇവൻ പറയാണ്, പന്നി പെറ്റു കൂട്ടും പോലെ കൂട്ടുന്നതല്ലേ? ഒരു 4-5 മക്കൾ ഉണ്ടായതാണോ അവൻ്റെ പ്രശ്നം? ഇവനക്കൊക്കെ റിയാദിൽ പരാതി കൊടുക്കണം. പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് ഞാൻ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് റിയാദിലെ പോലീസിൽ. ഇവനൊരു മനുഷ്യ മൃഗമാണ്. ഒരു ഒരു 4 കുട്ടികൾ മരണപ്പെട്ടിട്ട് ആ വാർത്ത കണ്ട് സങ്കടപ്പെടാത്തൊരു മനുഷ്യനുണ്ടോ? ഒരു മനുഷ്യൻ എന്ന നിലക്ക് ആര് കേൾക്കുമ്പോഴും ആ 4 പിഞ്ചു മക്കളുടെ മുഖം കാണുമ്പോൾ അത് നമ്മുടെ മക്കളാവണ്ട, നമ്മുടെ സഹോദരങ്ങളാവണ്ട, നമ്മുടെ മതം തന്നെ ആവണ്ട, നമുക്കവരോട് കാണുമ്പോൾ തോന്നുന്നൊരു സിമ്പതിയും എമ്പതിയുമാണ്. നമ്മൾ എമ്പതറ്റിക് ആവുകയാണ്. പക്ഷേ ഇവൻ്റെ ഉള്ളിൽ വർഗീയത തലക്ക് പിടിച്ചിട്ട് ഇവൻ പറയുന്നു അന്നി പെറ്റുകൂട്ടും പോലെ. ഇങ്ങനെ കുറേ ഇതൊക്കെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടിയത്. ഇനി ചാടാത്ത കുറേ എണ്ണം ഉണ്ടായിരിക്കും. ഉള്ളിൽ ചിരിക്കണ സ്മൈലി ഇമോജി ഇടുന്ന ആളുകൾ നമ്മുടെ ചുറ്റും. അത്തരം ആളുകൾ യഥേഷ്ടമുണ്ട്. നമുക്കത് ചെയ്യാവുന്നൊരു കാര്യം, ഇവരെ നമ്മൾ പൊതുജന മധ്യത്തിൽ കൊണ്ടുവരിക. ഇവർ ഇന്നതാണ് എന്നുള്ളത് ഇവൻക്കുണ്ടാവില്ലടോ. അമ്മയും പെങ്ങളും മക്കളൊക്കെ. ഒരു പെൺകുട്ടി ഇവൻക്കും ഉണ്ടാവില്ലേ? ഇവൻ ഏത് നാട്ടുകാരനാണ്? ആ മക്കൾക്കാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ ഇവൻ നാളത് പറയോ? വേണ്ട. നമ്മുടെ മുന്നിൽ കൂടെ ഒരു പൂച്ച പോകുമ്പോൾ ആ പൂച്ചനെ നമ്മൾ വണ്ടി ഇടിച്ചിട്ട് മരിച്ചെടുക്കണേ കണ്ടാൽ പോയി നമുക്ക് അയ്യോ പാവം ആ പൂച്ച. ഇത് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ കരുണ ഉണ്ട് എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും കരുണ ഉണ്ട്. കാരുണ്യമില്ലാത്ത മനുഷ്യരില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ അഡീഷണലി ചേർത്ത് കൊടുക്കുന്ന വർഗീയത ഉണ്ടല്ലോ, ആ വർഗീയത അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ ഓൻ്റെ ഉള്ളിൽ ഏത് മതത്തോടാണോ വിരോധം ആ മതത്തിലെ ആളുകൾ എന്ത് ചെയ്യുമ്പോഴും ഓൻ്റെ ഉള്ളിൽ ഈ വർഗീയത ഇങ്ങനെ നിറയാൻ തുടങ്ങും. അപ്പോൾ ഇവൻ്റെ ഉള്ളിലും കരുണയും കാരുണ്യം ഉണ്ട്. ഇവ ഒരു ഭർത്താവാണ്, ഇവനൊരു അച്ഛനാണ്, ഇവനൊരു മകനാണ്. അപ്പോൾ അവരോടൊക്കെ ഈ കാരുണ്യം കൊടുക്കുന്നുണ്ട്. ഇവൻ ഈ ഓപ്പോസിറ്റ് മതത്തിൽ ഇപ്പുറത്തുള്ളത് ഇസ്ലാം ആകുമ്പോൾ മാത്രമാണ് എന്തുള്ളത്. അത് ഇവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഞാനതൊക്കെ ഫുള്ളായിട്ട് വായിച്ചു. അങ്ങനെ ഫുള്ളായിട്ട് നോക്കിയപ്പോൾ ഇവൻ പച്ച വർഗീയതയാണ്. ഒരിക്കലും ഒരു മതവിശ്വാസിക്ക്, ഒരു ക്രിസ്ത്യാനിക്ക് ചേരാത്ത രീതിയിലാണ്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി, ഭയങ്കര സങ്കടം തോന്നി. ഇങ്ങനെയൊക്കെ ഒരാൾ പറയും. ഒരാൾ പോലും ആ മരണത്തിൽ ദുഃഖപ്പെടാത്തവരോ വിഷമിക്കാത്തവരോ ഇല്ല. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു മനുഷ്യമൃഗം. ഞാൻ ആ വേർഡ് ഞാൻ പറയണില്ല, ഇവൻ ഈ പറഞ്ഞൊരു വേർഡ് പന്നി പെറ്റുകൂട്ടി ചത്തൊടിഞ്ഞ് ഇഞ്ഞുണ്ടാക്കാലോ എന്നുള്ളത്.
അതുപോലെയുള്ള ദുഷ്ടന്മാരിൽ നിന്നാണ് നമ്മൾ പടച്ചവരോട് രക്ഷ തേടേണ്ടത്. ഇവർക്കൊക്കെ ശക്തമായ നിയമ നടപടി തന്നെ വേണം. ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ജന്നത്തുൽ ബഖിയ എന്നുള്ള ഒരു ഖബറിടമുണ്ട്. ജന്നത്തുൽ ബഖിയ എന്നുള്ളൊരു ഖബറിടം മക്കയിലാണോ മദീനയിലാണോ എന്നുള്ളതാണ് ചോദ്യം. അതിന് ഉത്തരമാണ് നിങ്ങൾ എഴുതേണ്ടത്, കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.